Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. മുണ്ടത്തിക്കോട് കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിൽ വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ CPM നൽകിയ കേസ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി തള്ളി. നീണ്ട 7 വർഷത്തെ നിയമ പോരാട്ടത്തിനാണ് ഇതോടെ വിരാമമായത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ധന്യ മുരളിയെ CPIM പ്രവർത്തകർ തടഞ്ഞുവെച്ച് ശാരീരികമായി ഉപദ്രവിച്ച സംഭവത്തിൽ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അജിത് കുമാറും രാധാകൃഷ്ണനും പോലീസുമായി സംസാരിക്കുകയും പരിക്കേറ്റ ധന്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ തങ്ങൾക്കെതിരെ കേസ് വരുമെന്ന് ഭയന്ന് CPM 3 കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ച് അജിത് കുമാറും രാധാകൃഷ്ണനും മർദ്ദിച്ചെന്നും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും കാണിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നും ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന നിയമങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുവാൻ CPM ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും കെ അജിത് കുമാർ പ്രതികരിച്ചു. മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് ദുർബല വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ തനിക്കെതിരെ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ നടപടി രാഷ്ട്രീയ പകപോക്കലിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി CDS കുടുംബശ്രീ CDSന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2018 അർഹതയില്ലാത്ത സംഘങ്ങളെ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സഖാക്കൾ കുടുംബശ്രീ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും അന്നത്തെ CDS ചെയർപേഴ്സണായിരുന്ന ധന്യ മുരളിയെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തപ്പോൾ അന്ന് കൗൺസിലർ എന്നുള്ള നിലയ്ക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും ആ കുട്ടി എന്നെ വിളിച്ച് പരാതി പറയുകയും തൃശ്ശൂരിൽ നിന്ന് ഉണ്ടായിരുന്ന ഞാൻ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞതിന് ശേഷം പോലീസ് എത്തിയതിന് ശേഷമാണ് മുണ്ടത്തിക്കോട് സോണൽ ഓഫീസിലെത്തിയത്. അവിടെ വന്നപ്പോൾ പോലീസിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ നേരെ CDS ഓഫീസിൽ കയറിയപ്പോൾ ഈ കുട്ടിയുടെ കൈ പിടിച്ച് തിരിക്കുന്ന രംഗമാണ് കണ്ടത്. ഉടൻ തന്നെ CDS ഓഫീസിൽ കയറി ആ കുട്ടിയെ പിടിച്ചിറക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അന്നത്തെ CPM ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഞാൻ അവിടെ ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പട്ടികജാതിക്കാരായ ആളുകളെയും സ്ത്രീകളെയും മർദ്ദിച്ചു എന്നും ജാതിപ്പേര് വിളിച്ചു എന്നും ആക്ഷേപിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് 343/2018 കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ പട്ടികജാതി സെക്ഷൻ എടുത്തുകൊണ്ടാണ് SC/ST കാരായ ആളുകളെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തത്. CPMന്റെ ചില കൗൺസിലർമാർ ജയിലിൽ കയറിയിറങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിനെയും ജയിലിലാക്കുമെന്ന് തീവ്ര ഇടതുവാദികൾ നടത്തിയ പ്രചരണത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് കോടതി വിധി. ദുർബല ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ഇനി ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ ഉമ്മാക്കികളെ അവഗണിച്ച് മുന്നോട്ടു പോകുമെന്നും അജിത് കുമാർ വ്യക്തമാക്കി. മനുഷ്യരെ ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യരായി കാണുവാൻ CPM ഇനിയും ഏറെ കാലമെടുക്കുമെന്നും കോൺഗ്രസിന്റെ സംസ്കാരം മറ്റു പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജിയായ കമനീസ് എന്ന് പറയുന്ന ജഡ്ജി എന്ന കേസ് വെറുതെ വിട്ട് ഉത്തരവായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കേസ് സത്യസന്ധമല്ല. അന്ന് അതിനകത്ത് മൊഴി പറഞ്ഞ ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് അന്ന് അങ്ങനെ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അവർ സത്യസന്ധമായ വിവരം ധരിപ്പിക്കുകയുണ്ടായി. എന്നാൽ CPMന്റെ സജീവ പ്രവർത്തകരായ ചില ആളുകൾ അതങ്ങനെ ഉണ്ടായി എന്നും പറയുണ്ടായി. പക്ഷെ അത് കാര്യം കൃത്യമായി ബോധ്യപ്പെട്ട കൊണ്ടാണ് കോടതി ഈ വിധി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിൽ 7-8 വർഷം വളരെ മാനസികമായ വിഷമത്തോടു കൂടി തന്നെയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നതൊരു പട്ടികജാതി ഉന്നതിയുടെ അടുത്താണ്. ഏറ്റവും എൻ്റെ അടുത്ത സ്കൂൾ കാലം മുതൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും കൗൺസിലറും ഇപ്പോഴും ആയ 25 കൊല്ലവും ഞാൻ ഇത്തരം ആളുകളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. VCV ന്യൂസ് മുണ്ടത്തിക്കോട്.